റഹ്മത്തുള്ള കാസിമി ഉസ്താദിൻ്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് ദിവസങ്ങളിലായി വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. നമുക്കറിയാം, റഹ്മത്തുള്ള കാസിമി ഉസ്താദ് മതപരമായ ആത്മീയമായ വിഷയങ്ങൾ പറയുക മാത്രമല്ല, അദ്ദേഹം ആരോഗ്യപരമായിട്ടുള്ള പല വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന പല കാഴ്ചകളും കാണാൻ സാധിക്കും. തീർച്ചയായും അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു മതപണ്ഡിതൻ മതപരമായ ആത്മീയമായ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഇത്തരം നല്ല വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചു. ആ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ക്യാൻസറൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അതിനുശേഷം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ടെഫ്ലോൺ കോട്ടിങ്ങിൻ്റെ സാധാരണ ഉപയോഗം മനുഷ്യർക്ക് ക്യാൻസർ ഉണ്ടാക്കും. നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ 260 ഒക്കെ സ്വാഭാവികമായി വരുന്ന സെൽഷ്യസാണ്. ആ 260 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലേക്ക് ഈ പാത്രം ചൂടായാൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്ടാവും, ഇത് മെല്ലെ 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 ഉരുകിയിട്ട് അത് നമ്മളറിയാതെ ഭക്ഷണത്തിലേക്ക് ചേരും. ഞാനിനി വേറൊരു പാത്രം കാണിച്ചു തരാം. ഇതും നോൺ സ്റ്റിക്ക് പാത്രം തന്നെയാണ്. ഇതും നോൺ സ്റ്റിക്ക് പാത്രം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് 2 കൊല്ലം ഉപയോഗിച്ചു. ഇത് പുതിയതാണ്. ഇത് ഉപയോഗിച്ചിട്ടില്ല. 1 മാസം 2 മാസം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കും. ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാവുള്ളൂ, അത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇത് 2 കൊല്ലം ഉപയോഗിച്ച പാത്രമാണ്. അപ്പൊ ഈ കോട്ടിങ് ഇതിലുണ്ടായിരുന്നു. ഈ ടെഫ്ലോൺ കോട്ടിങ് അടിസ്ഥാനപരമായി ഇതിലുണ്ടായിരുന്നു. ഇതിങ്ങനെ വൈറ്റ്നസ് ആയിരുന്നില്ല. ഇതും ഇതുപോലെ തന്നെ, ഈ പാത്രം ഇതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു, ഇതിൽ ഈ ടെഫ്ലോൺ കോട്ടിങ് ഇതിലുണ്ടായിരുന്നു. ഇതിലുള്ളത് പോലെ ഇതിലുണ്ടായിരുന്നു. പക്ഷെ ആ ടെഫ്ലോൺ കോട്ടിങ്ങിനെ ഇപ്പൊ നമ്മൾ അതിന്റെ ഈ ലാസ്റ്റ് ഏരിയയിൽ മാത്രമേ കാണുള്ളൂ. ഒരല്പം നമ്മുടെ പള്ളയിലായിട്ട് പോയി. ഈ വിഷം ഇതൊരു വിഷമാണ്. ഈ ടെഫ്ലോൺ കോട്ടിങ് നല്ല ഒരു വിഷമാണ്. ആ വിഷം വളരെ മാരകമായ വിഷങ്ങളിൽ ഒന്നാണത്. ആ വിഷം നമ്മൾ അറിയാതെ നമ്മളെ ഉള്ളിലേക്ക് കയറുന്നു. ഞങ്ങൾക്ക് വേറൊരു പാത്രം കാണിച്ചാൽ, ഇത് 4 കൊല്ലം ഉപയോഗിച്ച പാത്രമാണ്. ഇത് 1.5 കൊല്ലം 2 കൊല്ലം ഉപയോഗിച്ച പാത്രമാണ്. ഇത് പുതിയ പാത്രം. ഇത് തന്നെയാണ്. ഇതിന് എടുത്തിട്ടും കാണില്ല, ഒന്നുമില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇതിലൊന്നുമില്ല. ഇതിലൊരു കോട്ടിങ്ങിനെയും നമ്മൾ കാണുന്നില്ല. ഇതെന്തായിരുന്നു? ഈ ടെഫ്ലോൺ കോട്ടിങ് ഇതിലുണ്ടായിരുന്നു. ഈ കറുകറുത്ത ഈ ടെഫ്ലോൺ കോട്ടിങ് ഇതിലുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അശേഷം ഇപ്പൊ ഇല്ല. നിങ്ങളിത് ശരിക്കും നിങ്ങൾ അടുക്കളയിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഈ ടെഫ്ലോൺ കോട്ടിങ്ങിന്റെ സാധാരണ ഉപയോഗം മനുഷ്യർക്ക് ക്യാൻസർ ഉണ്ടാക്കും. ഇത് മനുഷ്യന് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഈ ടെഫ്ലോൺ കോട്ടിങ് സ്ഥിരമായി നമ്മളെ വയറ്റിൽ ചെന്നാൽ ക്യാൻസറിന് പോലും കാരണമാകും. ഈ കരിച്ചോ പൊരിച്ചോ അമിതമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നു. ഇത് പലപ്പോഴും എണ്ണയുടെ പ്രശ്നം മാത്രമല്ല. ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ എണ്ണ ഉപയോഗിച്ചാൽ 260 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഈ പാത്രം ചൂടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതൊരുക്കും. ഇപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്ക്, ഇതേ അളവിൽ നോക്കും. നിങ്ങൾ ഒന്നുകൂടെ ഒരു മോനെ തന്നെ ഒരു സതേ ഇത് തന്നെയാണ് തുറന്നു നോക്കി. ഇത് തന്നെയാണ് ഇത് ഒരൊറ്റ പാത്രമാണ്. ഈ സാധനം ഒന്നാണ്. അപ്പൊ ഇതില് ഈ കാണുന്ന ഈ ടെഫ്ലോൺ കോട്ടിങ്ങൊക്കെ ഇപ്പൊ എവിടെ പോയി? നമ്മളെ വയറ്റിൽ പോയി. വളരെ ചിന്തിക്കണം. ഈ കോട്ടിങ് ചൂടാകുമ്പോൾ ഈ കോട്ടിങ് 260 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിലേക്ക് പാത്രം ചൂടായി കഴിഞ്ഞാൽ ഈ കോട്ടിങ് ഉരുകി PFOA പോലെയുള്ള അതായത് പെർഫ്ലൂറോ ഒക്ടാനോയിക് ആസിഡ്, അതാണ് PFOA. അതുപോലെയുള്ള മാരകമായ വസ്തുക്കൾ പുറത്തേക്ക് വരും ഈ പാത്രത്തിൽ നിന്ന്. ഇത് ശ്വാസകോശ പ്രശ്നങ്ങൾക്കും ക്യാൻസറിനും പോലും കാരണമാകും. കണ്ടല്ലോ, ഇതാണ് ആ വീഡിയോ. ഇതിൽ അദ്ദേഹം പറയുന്നത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് മെഡിക്കൽ സയൻസ് എന്താണോ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഞാനിതിനെക്കുറിച്ച് ഒരുപാടൊന്നും വിശദീകരിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് ടെഫ്ലോണിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ടെഫ്ലോൺ? ടെഫ്ലോണിൻ്റെ ശാസ്ത്രീയമായ നാമം എന്ന് പറയുന്നത് PTFE, അതായത്
പോളിടെട്രാ ഫ്ലോറോ എഥിലീൻ എന്നാണ്. ഈ PTFE പ്രത്യേകത എന്താണെന്നാൽ ഇത് രാസപരമായി അങ്ങേയറ്റം സ്ഥിരതയുള്ള ഒരു വസ്തുവാണ്. കാർബണും ഫ്ലൂറിനും തമ്മിലുള്ള ബോണ്ട് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ രാസബന്ധനങ്ങളിൽ ഒന്നായിട്ടാണ് ശാസ്ത്രം കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഭക്ഷണം ഈ കോട്ടിങ്ങിൽ ഒട്ടിപ്പിടിക്കാത്തതും ആസിഡുകൾ, ചൂട് എന്നിവയെ ഇത് പ്രതിരോധിക്കുന്നതുമെല്ലാം. സാധാരണ പാചക താപനിലയിൽ ഏകദേശം 260°C വരെ ഈ PTFE സ്വയം ഒരു നിഷ്ക്രിയ സുരക്ഷിതമായ പദാർത്ഥമായി കണക്കാക്കപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള ഭക്ഷ്യസുരക്ഷാ ഏജൻസികൾ ഇത് ശരിവെക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. ഈ PTFE സുരക്ഷിതമാണെങ്കിലും ഈ കോട്ടിംഗ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു രാസവസ്തുവാണ് ശരിക്കും വില്ലനായി മാറുന്നത്. ആ വസ്തുവിൻ്റെ പേരാണ് PFOA. PFOA എന്നാൽ പെർഫ്ലൂറോ ഒക്ടനോയിക് ആസിഡ് എന്നാണ്. ഈ രാസവസ്തുക്കളെ ഫോർഎവർ കെമിക്കൽസ് അഥവാ എന്നെന്നും നിലനിൽക്കുന്ന രാസവസ്തുക്കൾ എന്നാണ് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. കാരണം ഇവ പ്രകൃതിയിലോ മനുഷ്യൻ്റെ ശരീരത്തിലോ എളുപ്പത്തിൽ വിഘടിക്കാറില്ല. വർഷങ്ങളോളം, ചിലപ്പോൾ പതിറ്റാണ്ടുകളോളം ഇവ ശരീരത്തിൽ അടിഞ്ഞുകൂടാം. 2013-2014 വരെ മിക്ക നോൺ സ്റ്റിക് പാത്ര നിർമ്മാതാക്കളും PTFE കോട്ടിംഗ് നിർമ്മിക്കാൻ ഈ PFOA ഉപയോഗിച്ചിരുന്നു. 3 എപ്പിഡമിയോളജിസ്റ്റുകൾ അടങ്ങിയ CH സയൻസ് പാനൽ എന്നൊരു വിദഗ്ധ സംഘം PFOA കുറിച്ച് പഠിക്കുകയും 2012 ഈ സംഘം ഒരു നിർണായകമായ കണ്ടെത്തൽ പുറത്തുവിടുകയും ചെയ്തു. PFOA കിഡ്നി ക്യാൻസർ, ടെസ്റ്റിക്കുലർ ക്യാൻസർ, തൈറോയ്ഡ് രോഗങ്ങൾ, ഉയർന്ന കൊളസ്ട്രോൾ, ഗർഭകാല രക്തസമ്മർദ്ദം എന്നീ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ കണ്ടെത്തി. പിന്നീട് നടന്ന കൂടുതൽ പഠനങ്ങളിലും ഇത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. 2023 അന്താരാഷ്ട്ര ക്യാൻസർ ഗവേഷണ ഏജൻസി PFOA മനുഷ്യരിൽ ക്യാൻസറിന് കാരണമാകുമെന്ന നിഗമനത്തിൽ വരെ എത്തി. ഇതിന്റെ ഭാഗമായി 2015 PFOA ഉപയോഗം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയനും സമാനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. 2019 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്ന അന്താരാഷ്ട്ര ഉടമ്പടിയിലൂടെ PFOA ആഗോളതലത്തിൽ നിരോധിക്കപ്പെട്ടു. ഇതിൻ്റെ ഫലമായി 2013-2015 ശേഷം നിർമ്മിച്ച മിക്കവാറും എല്ലാ നോൺ സ്റ്റിക് പാത്രങ്ങളും PFOA രഹിതമാണ്. ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന ടെഫ്ലോൺ ബ്രാൻഡഡ് പാത്രങ്ങളിൽ ഭൂരിഭാഗവും PFOA ഫ്രീ എന്ന് പാക്കേജിങ്ങിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ ഒരു സൂക്ഷ്മമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. PFOA ഇല്ലാതാക്കുന്നതുകൊണ്ട് എല്ലാ PFAS രാസവസ്തുക്കളും ഇല്ലാതായി എന്നല്ല അർത്ഥം. നിർമ്മാതാക്കൾ PFOAയ്ക്ക് പകരം ജെനെക്സ് പോലുള്ള മറ്റു ഹ്രസ്വ ചെയിൻ PFAS രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇവ ശരീരത്തിൽ അധികകാലം നിലനിൽക്കില്ല എന്നാണ് കരുതപ്പെടുന്നതെങ്കിലും ഇവയുടെ ദീർഘകാല സുരക്ഷയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് PFOA ഫ്രീ എന്നത് പൂർണ്ണമായും കെമിക്കൽ ഫ്രീ എന്നല്ല അർത്ഥമാക്കുന്നത്. എന്നാൽ പഴയ നോൺ സ്റ്റിക് പാത്രങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യ അപകട സാധ്യത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. PTFE ഏകദേശം 260°C മുകളിൽ ചൂടാക്കിയാൽ അത് വിഘടിക്കാൻ തുടങ്ങും. ഈ താപനിലയിൽ കോട്ടിങ്ങിൽ നിന്ന് വിഷപ്പുകകളും ചെറിയ കണികകളും ഒക്കെ പുറത്തു വരും. ഇത് മനുഷ്യരിൽ പോളിമർ ഫ്യൂം ഫീവർ അഥവാ ടെഫ്ലോൺ ഫ്ലൂ എന്ന അവസ്ഥയ്ക്ക് കാരണമാകാം. ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ അഥവാ തണുപ്പ്, തലവേദന, പനി, നെഞ്ചിൽ മുറുക്കം, ചുമ എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്റ്റീൽ സ്പൂൺ, ചട്ടുകം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഈ നോൺ സ്റ്റിക് പാത്രത്തിൽ ഇളക്കുമ്പോഴും അല്ലെങ്കിൽ സ്ക്രബ്ബർ എന്തെങ്കിലും കൊണ്ട് ഉപയോഗിച്ച് ശക്തിയായി ഉരച്ച് കഴുകുമ്പോഴും ഇത് പാത്രങ്ങളിലെ കോട്ടിങ്ങിൽ പോറൽ വീഴ്ത്തും. സമീപകാല പഠനങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെ പോറൽ വീണ പാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ ദശലക്ഷക്കണക്കിന് മൈക്രോ നാനോ പ്ലാസ്റ്റിക് കണികകൾ ഭക്ഷണത്തിലേക്ക് കലരാമെന്നാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ. ഇനി റഹ്മത്തുള്ള കാസിമി ഉസ്താദ് പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും വസ്തുതാപരമായ കാര്യങ്ങൾ തന്നെയാണ്. പഴയ ടെഫ്ലോൺ പാത്രങ്ങളിലെ PFOAയും ക്യാൻസറും തമ്മിലുള്ള ബന്ധം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അമിത ചൂടിൽ ടെഫ്ലോൺ വിഷവാതകം പുറപ്പെടുവിക്കുമെന്നുള്ളത് വസ്തുത തന്നെയാണ്. ജാഗ്രത ആവശ്യമുള്ള ഒരു വിഷയമാണിത്. അതിനാൽ തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ എല്ലാ നോൺ സ്റ്റിക് പാത്രങ്ങളും ഉപയോഗിക്കരുത് എന്ന പൊതുവായ പ്രസ്താവന ശാസ്ത്രീയപരമായി കൃത്യമല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ ഭൂരിഭാഗം പാത്രങ്ങളും PFOA രഹിതമാണ്. ചുരുക്കി പറഞ്ഞാൽ നോൺ സ്റ്റിക് പാത്രങ്ങൾ പൂർണ്ണമായും അപകടകാരിയല്ല, പൂർണ്ണമായും റിസ്ക് ഫ്രീയുമല്ല. ഇന്നത്തെ പ്രധാന അപകട സാധ്യതകൾ അമിത ചൂടും പോറൽ വീണ പഴയ പാത്രങ്ങളുമാണ്. ഇവ രണ്ടും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്.